ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എവിടെ നിൽക്കണമെന്ന് അറിയുമോ? നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണ്. എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാം ഇടുക്കി ആർച്ച് ഡാം. നല്ല അടിപൊളിയായിട്ട് ലൈറ്റപ്പൊക്കെ ചെയ്തിട്ട് ഈവനിങ് ടൈമിലാണ് ഇപ്പോൾ ഞാൻ ഈ ഇൻട്രോ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടൂർ പ്ലാൻ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമുക്ക് മൂന്നാർ, വാഗമൺ, അതുപോലെ ഊട്ടി, കൊടൈക്കനാലൊക്കെ പോയി മടുത്തില്ലേ? ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും നമുക്ക് ഒരു ദിവസം കൊണ്ട് രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നൈറ്റ് തിരിച്ചെത്തുന്ന വിധത്തിൽ ഒരു 1 ഡേ കൊണ്ട് ഇടുക്കിയിൽ കുറച്ച് സ്ഥലങ്ങൾ എങ്ങനെ കാണാമെന്നുള്ളതാണ് ഈ ഒരു ടൂർ പ്ലാൻ വീഡിയോ. എല്ലാവരും അറിയാത്ത സ്ഥലങ്ങളൊന്നുമല്ല, പക്ഷേ എങ്കിൽ പോലും പലരും ഇതുവരെ കാണാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ നല്ല രീതിയിൽ ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെ കാണാം, ഒരൊറ്റ ദിവസം കൊണ്ട് റൂമൊന്നും ആവശ്യമില്ലാതെ കണ്ട് തിരിച്ച് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. ആ ഒരു ടൂർ പ്ലാനാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. നമ്മുടെ എല്ലാ വീഡിയോ പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷനായിട്ട് നമ്മളുള്ളത് ഇലവിഴ പൂഞ്ചിറയാണ്. ഇപ്പം ഞാൻ തൃശ്ശൂരിൽ നിന്ന് മൂവാറ്റുപുഴ, തൊടുപുഴ വഴിക്കാണ് വന്നത്. എനിക്ക് ജസ്റ്റ് 3 മണിക്കൂർ എടുത്തിട്ടുള്ളൂ ടൈം. ട്രിവാൻഡ്രം സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഈരാറ്റുപേട്ട വഴിക്ക് വരാം. അതുപോലെ തന്നെ രാവിലെ മാക്സിമം ഒരു 10 മണിയാകുമ്പോഴേക്കും ഇലവിഴ പൂഞ്ചിറ എത്തുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 10 മണിക്ക് ശേഷമൊക്കെ എത്തുകയാണെങ്കിൽ ചിലപ്പോൾ വെയിലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ടൈം നമുക്ക് ഈ പ്ലാനിലുള്ള എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ടൈം കിട്ടിയെന്ന് വരില്ല. ഏതെങ്കിലും ഒരു സ്ഥലം സ്കിപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നല്ല രീതിയിൽ കണ്ടു പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാൻ നിങ്ങൾ ധൈര്യമായിട്ട് ഫോളോ ചെയ്തോ. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇടുക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഒരു ദിവസം കൊണ്ട് തിരിച്ച് വീട്ടിലെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് നമ്മുടെ ആദ്യത്തെ സ്പോട്ടായ ഇലവിഴ പൂഞ്ചിറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർത്ത് സൈഡിലേക്ക് ഒരു കോഴിക്കോട് വരെ ഉള്ളവർക്കൊക്കെ രാവിലെ ഒരു 5 മണിക്ക് എണീറ്റ് പോന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് നൈറ്റ് തിരിച്ച് വീട്ടിലെത്താം. സൗത്ത് സൈഡിലേക്ക് ഒരു പത്തനംതിട്ട, ആലപ്പുഴ വരെ ഉള്ളവർക്കും ഈ ഒരു പ്ലാൻ വർക്കൗട്ട് ആകുന്നതായിരിക്കും. ഇനി അതല്ല, നിങ്ങൾ വേറെ ജില്ലക്കാരാണെങ്കിൽ കണ്ണൂർ, കാസർഗോഡ്, അതുപോലെ തിരുവനന്തപുരമൊക്കെ ആണെങ്കിൽ നിങ്ങളിവിടെ തലേ ദിവസം വന്ന് സ്റ്റേ അടിച്ച് രാവിലെ എണീറ്റ് ഈ പ്ലാൻ പ്രകാരം സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പോകുന്ന റോട്ടിൽ തന്നെ ഒരു മുനിയേറ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാം. എന്താ ജീപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ജീപ്പിൽ പോകാം, അല്ലെ നടന്നു പോവാം. ചെറിയൊരു ഓഫ് റോഡിങ് ആണ്. സോ ഫൈനലി ഐ തിങ്ക് വി ഹാവ് റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. ഇതാ കാണുന്നു ഇലവിഴ പൂഞ്ചിറ. നൈസ് തണുപ്പ് കേട്ടോ, നൈസ് തണുപ്പുണ്ട്, ഒന്നും പറയാനില്ല. നമ്മൾ രാവിലെ തന്നെ ആദ്യമായിട്ട് വരുന്ന സ്ഥലമാണ് ഇലവിഴ പൂഞ്ചിറ. അല്ലേ, ഇലവിഴ പൂഞ്ചിറ മൂവിയോട് കൂടി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഹിൽ ടോപ്പ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോകാം. നമുക്ക് ഇവിടെ വരെ വണ്ടി വരും. കുറച്ചുള്ളിലൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ റോഡ് സൈഡിൽ നമുക്ക് ഒതുക്കി വണ്ടി ഇടാം. ഇവിടെ ജീപ്പ് സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ആദ്യം കാണിച്ച മുനിയറ, പിന്നെ അവിടെ ഒരു വ്യൂ പോയിന്റ്, പ്ലസ് ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന തടാകം, പിന്നെ ഇതിൻ്റെ ടോപ്പിലേക്ക് എല്ലാം കൂടി ഒരു ജീപ്പിന് 1000 രൂപയാണ് വരുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ ടോപ്പിലേക്ക് മാത്രം ജീപ്പ് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീപ്പിന് 500 രൂപ. നിങ്ങൾക്ക് ഓഫ് റോഡിങ് ബൈക്കോ അല്ലെങ്കിൽ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് മുകളിലേക്ക് കൂടി പോവാം. പ്രധാനമായിട്ട് ജീപ്പിലാണ് ആളുകൾ പോകുന്നത്, അല്ലേ നടന്നു പോവാം. നടന്നു പോയെന്നായിരിക്കും നല്ലത്. അധികം അങ്ങനെ ദൂരം നടക്കാനൊന്നുമില്ല. അതിൻ്റെ ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി തൊട്ട് തന്നെ നല്ല നല്ല കാഴ്ചകളാണ്. പണ്ട് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് വരുന്ന ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇലവിഴ പൂഞ്ചിറ മൂവി ഇറങ്ങിയതിന് ശേഷമാണ് ഈ സ്ഥലം ഒന്നും കൂടി നല്ല രീതിയിൽ പോപ്പുലറായത്. അപ്പോൾ ജീപ്പ് കയറി എത്തുന്ന ലാസ്റ്റ് സ്പോട്ട് ഇതാണ്. ഇവിടെ നിന്ന് വീണ്ടും കുറച്ചും കൂടി നടന്നിട്ട് വേണം പോകാൻ. ഇവിടെ നിന്ന് പിന്നെ ഒറ്റ വണ്ടിയും അലൗഡ് അല്ല. അപ്പോൾ നമ്മളിങ്ങനെ ടോപ്പിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാം ഈ ഒരു തടാകം അല്ലെങ്കിൽ ചിറ. ഇതാണ് ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണമായിട്ടുള്ള ഇലവിഴ പൂഞ്ചിറ. ഈ ഒരു തടാകത്തിൽ ചുറ്റുത്തരം മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നാച്ചുറലായിട്ട് ഒരു ഇല പോലും അതിൽ വീഴില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിനെ ഇലവിഴ പൂഞ്ചിറ എന്ന് വിളിക്കുന്നത്. നമ്മളിതിൻ്റെ ടോപ്പിലേക്കാണ് പോകുന്നത്. തടാകം നമ്മൾ വരുന്ന വഴിയിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്പോട്ട് രാവിലെ ആദ്യം തന്നെ വരിക, കാരണം വെയിലായി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കോടയും തണുപ്പൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ കയറി വരുമ്പോൾ നമുക്കിവിടെ കാണാം പുതിയ പോലീസിൻ്റെ വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷനാണിത്. അതിൻ്റെ അവിടേക്കൊന്നും എൻട്രി ഇല്ല.
നമുക്ക് പഴയ സ്റ്റേഷൻ മുകളിൽ കാണാം. അപ്പോൾ ഈ വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പോലീസിൻ്റെ വയർലെസ് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ബാൻഡ് വിഡ്ത്തിലാണ്. അത് കേരളം മൊത്തം ഒരു സിഗ്നലിന് റീച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുള്ള സ്റ്റേഷൻസ് ഇതുപോലെ ഹിൽ ടോപ്പിലൊക്കെയാണ് വെക്കുക. ഇവിടെയുള്ള പോലെ മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കും മിക്കവാറും. അപ്പോൾ അതിനുള്ളതാണ് ഈ ഒരു സ്റ്റേഷനും ഇതിൻ്റെ ഉള്ളിലത്തെ എക്യുപ്മെൻറ്റ്സും. അപ്പോൾ ഈ ഇലവിഴാപ്പൂഞ്ചിറയുടെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു അടിപൊളി വ്യൂ കാണാം. അതവിടെ കാണുന്നത് മലങ്കര ഡാമാണ്. ഈ ഒരു സ്പോട്ടാണ് ഇതിൻ്റെ ടോപ്പ്. പഴയ റിപ്പീറ്റർ സ്റ്റേഷനും അതൊക്കെ അവിടെ കാണാം. അപ്പോൾ ഇലവിഴാപ്പൂഞ്ചിറ വരിക, ഈ ഒരു അടിപൊളി വ്യൂ ആസ്വദിക്കുക. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ അങ്ങനെ ടൈമിങ് കാര്യങ്ങളൊന്നുമില്ല. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ രാവിലെ നേരത്തെ തൊട്ട് നമുക്ക് കയറി തുടങ്ങാം. രാത്രിയൊന്നും ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. പിന്നെ എൻട്രി ടിക്കറ്റും ഇല്ല, ഫ്രീ ആണ്. ജീപ്പ് വിളിച്ച് വരികയാണെങ്കിൽ ജീപ്പിൻ്റെ ചാർജസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ എല്ലാ സ്പോട്ടുകളും ഇതുപോലെ നല്ല മനോഹരമായ ഡ്രൈവിന് പറ്റിയ റൂട്ടാണ്. നല്ല അടിപൊളി റോഡുകളും എന്താ പറയുക, മെയിൻ റോഡുകളൊക്കെ ഒഴിവായി ചെറിയ വഴികൾ, നല്ല എന്താ പറയുക, പച്ചപ്പും ഹരിതാപയും നിറഞ്ഞ വഴികൾ. വെയിലിന് കുറവൊന്നുമില്ല. ഇലവിഴാപ്പൂഞ്ചിറ നിന്നും ഇല്ലിക്കൽക്കല്ലിലേക്ക് ഏകദേശം ദൂരം വരുന്ന ഒരു 17 കിലോമീറ്ററാണ്. കുറച്ച് ഹില്ലി റോഡ്സ് ആയ കാരണം ഏകദേശം ഒരു 3/4 മണിക്കൂർ നമുക്ക് ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ട്രാവലിംഗ് ടൈം അങ്ങനെ വെച്ച് കണക്ക് കൂട്ടുക. പോകുന്ന വഴിയിലൊക്കെ ചെറിയ വെള്ളച്ചാട്ടങ്ങളും മനോഹരമായ വ്യൂ പോയിൻറ്റ്സൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം പ്ലാനൊക്കെയാണ്, അല്ലെങ്കിൽ കുറച്ച് നേരത്തൊക്കെ എത്തുകയാണെങ്കിൽ എല്ലാം അതൊക്കെ കണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോവാം. അപ്പം മെയിൻ റോട്ടിൽ നിന്ന് കയറിയിട്ട് ഇതാണ് ഇല്ലിക്കൽക്കല്ലിലേക്കുള്ള വഴി. മൊത്തം ടോപ്പിലേക്ക് നമ്മുടെ വണ്ടി വിടില്ല. ടിക്കറ്റ് കൗണ്ടർ വരെ നമുക്ക് വണ്ടിയിൽ പോയിട്ട് അവിടെ നിന്ന് ജീപ്പിന് പോവാം, അല്ലെങ്കിൽ നടന്ന് പോവാം. ഏകദേശം 1 കിലോമീറ്റർ അങ്ങോട്ടുണ്ട്. അപ്പോൾ ഇലവിഴാപ്പൂഞ്ചിറ നമ്മൾ ഓൾറെഡി നടന്ന് കയറിയ കാരണം ഇവിടെ നിങ്ങൾ ജീപ്പ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മൊത്തത്തിൽ ടയേർഡാവും. KSRTCയുടെ വിനോദയാത്രാ ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് പാർക്കിംഗ് ഗ്രൗണ്ട്. ഇവിടെ നമ്മൾ വണ്ടി നിർത്തി മുകളിലേക്ക് പോകണം. അപ്പോൾ യാത്രയുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ നമ്മൾ വന്നിരിക്കുകയാണ് ഇല്ലിക്കൽക്കല്ല്. ഇവിടെ ഈ ടോപ്പ് പാർക്കിംഗ് വരെ വണ്ടി വരും. ഇവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ ജീപ്പിൽ കയറി പോകണം, അല്ലെങ്കിൽ മുകളിലേക്ക് നടന്ന് പോകണം. ഇവിടെ ടിക്കറ്റ് ഉണ്ട്, ജീപ്പിൻ്റെ ചാർജസ് അഡീഷണൽ. നമുക്ക് മുകളിൽ പോയിട്ട് കാണാം.
ഇവിടെ ടിക്കറ്റ് വന്നിട്ട് ഒരാൾക്ക് 20 രൂപയും ജീപ്പിന് 39 രൂപയും, അങ്ങനെ ടോട്ടൽ 59 രൂപയാണ് വരുന്നത്. നടന്ന് പോകേണ്ടവർക്ക് ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. പിന്നെ വണ്ടിയുടെ പാർക്കിംഗ് ചാർജസ് അഡീഷണൽ. അപ്പോൾ ജീപ്പിൽ നമ്മളിതിൻ്റെ ഈ ഒരു ടോപ്പ് വരെ വരും. ഇവിടെ നിന്ന് പിന്നെയും കുറച്ച് നടക്കാനുണ്ട്. ഇതാ കാണുന്നതാണ് നമുക്ക് പോകേണ്ട സ്ഥലം. ഇനി കുറച്ച് റോക്കി ടെറൈനാണ്, പക്ഷേ എല്ലാവർക്കും പിടിച്ച് കയറാനായിട്ട് ഇവിടെ ഈ ബാരിക്കേഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. മുന്നേ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇല്ലിക്കൽ കല്ല് കാണാം. ഈ കാണുന്ന കല്ലാണ് ഇല്ലിക്കൽ കല്ല്. അതിൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ ഒന്നുകൂടി അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അപ്പോൾ കുറച്ച് റോക്കി ടെറൈനാണ്. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ചിലപ്പോൾ കയറാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇവിടെ നിന്ന് കാണാം. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ ഇവിടെ ഒരു വാക്കിംഗ് വേ പോലെയൊക്കെ ഉണ്ട്. അടിപൊളി വ്യൂ ആണ്. ഇവിടുത്തെ 2 ആംബിയൻസ് ആണ്. അതായത് കോടലപ്പോൾ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, പക്ഷേ കോടലപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. കോടലില്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ കല്ലൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാനും ഈ ഒരു വ്യൂ ഒക്കെ കറക്റ്റ് കിട്ടുള്ളൂ നമുക്ക്. ദൂരെ കാണാം നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ട്. അവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ ജീപ്പിൽ വന്നു. അവിടെ നിന്ന് മുകളിലേക്ക് എങ്ങനെയാണ് ഇവിടെ കയറി വരുന്നത്. പക്ഷേ ഈ സ്ഥലത്ത് ഇപ്പോൾ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. ഫൈനലി നമ്മൾ ടോപ്പിലെത്തി. ഇതാണ് അവിടെ നിന്നുള്ളൊരു വ്യൂ വരുന്നത്. ജിമ്മിലൊക്കെ വീണ്ടും പോയി തുടങ്ങണം. കാരണം കാർഡിയോ ഒട്ടും സെറ്റല്ല. മലയൊക്കെ കയറുമ്പോഴേക്കും വേഗം വയ്യാണ്ടാവുക. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊരു സോഡ നാരങ്ങളൊക്കെ കുടിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇല്ലിക്കൽ കല്ല് കണ്ടിറങ്ങിയത് നല്ല രീതിയിൽ മഴ പെയ്തു തുടങ്ങി. ഇടുക്കിയിൽ ഇന്ന് മൊത്തം നല്ല മഴയാണ്. രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല മഴയാണ്.
ഏകദേശം ഒരു 2 മണിക്കൂറോളം എനിക്ക് മഴ കിട്ടി മൊത്തത്തിൽ. അപ്പോൾ ഈ ഒരു പ്ലാനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലാസ്റ്റായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇടുക്കി ഡാമിലേക്കാണ്. ഇടുക്കി ഡാമിൻ്റെ ക്ലോസിങ് ടൈം 4 മണിയാണ്. അവിടെ നിങ്ങൾ ബോട്ടിങ് മുന്നേ കൂട്ടി ബുക്ക് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസ് ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ബുക്ക് ചെയ്ത ടൈമിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു ഇനിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. അതായത് നമ്മളിനിപ്പോൾ കാണാൻ പോകുന്നത് പുള്ളിക്കാനം ഹില്ല. പുള്ളിക്കാനം ഹില്ല് എന്ന് പറയുമ്പോൾ വാഗമണ്ണിലത്തെ ഒരു ഹിൽ ഏരിയ, ജോസഫ് മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഹിൽ ഏരിയയാണ്. നല്ല ആംബിയൻസും നല്ല അടിപൊളി ഡ്രൈവിനൊക്കെ പറ്റിയ സ്പോട്ടാണ്. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാനും അടിപൊളി ഒരു സ്പോട്ടാണ്. പക്ഷേ ടൈം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഈ ഇല്ലിക്കൽ കല്ലിൽ നിന്നായാലും അതുപോലെ തന്നെ പുള്ളിക്കാനം ഹില്ലിൽ നിന്നായാലും 1.5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്താലേ നമുക്ക് ഇടുക്കി ഡാമിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം ഉച്ചയോടുകൂടി രാവിലത്തെ ഈ ഇലവിഴാപ്പൂഞ്ചിറയും ഇല്ലിക്കൽ കല്ലും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പുള്ളിക്കാനം ഹില്ല് പോകാൻ ടൈം ഉണ്ടാവുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ പുള്ളിക്കാനം ഹില്ല് സ്കിപ്പ് ചെയ്തിട്ട് നേരെ ഇടുക്കി ഡാം പോകുന്ന വഴി കുളമാവ് ഡാമൊക്കെ കണ്ട് ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ ചെയ്യാം. ടൈം ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ പുള്ളിക്കാനം ഹില്ല് ചൂസ് ചെയ്യുക ടൈമിനനുസരിച്ച്. ഇനി നിങ്ങൾക്ക് ഡാം കാണാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാനം ഹില്ല് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് നേരെ വാഗമണ്ണ് പോകാം. തൊട്ടടുത്താണ് വാഗമണ്ണ് ഒരു ദിവസം എങ്ങനെ നല്ല രീതിയിൽ കാണാമെന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇല്ലിക്കൽ കല്ല് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തായി വരുന്ന സ്പോട്ടാണ് പുള്ളിക്കാനം ഹില്ല്. ഗൂഗിൾ മാപ്പിൽ ഈ ഒരു ലൊക്കേഷൻ ഇട്ടാൽ മതി. പുള്ളിക്കാനം ഹില്ല് എന്ന് ജോസഫ് മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ആ ഒരു റൂട്ട് ഈ വഴി നേരെ പോകുന്നത് വാഗമണ്ണിലേക്കാണ്. അപ്പോൾ ഈ വഴി ഇങ്ങോട്ട് വന്ന് കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യുക. നല്ല അടിപൊളി ടീ ഫാക്ടറീസും അതുപോലെ ചായലത്തോട്ടങ്ങളൊക്കെ ആയി നല്ല കോടയൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ വിസിറ്റ് ചെയ്യുക. കാരണം നമ്മൾ അടുത്തായി പോകുന്നത് ഇടുക്കി ഡാമിലേക്കാണ്. അപ്പോൾ ആ പോകുന്ന വഴിയിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ എടുത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം. എന്നിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് ഇടുക്കി ഡാമിലേക്കാണ് ലാസ്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ വരും. ഇവിടുത്തെ വിഷ്വൽസ് നമുക്കൊന്ന് ജസ്റ്റ് കാണാം. അപ്പൊ ഈ പുള്ളിക്കാനം ഹില്ല് എന്നുള്ളത് ഒരു ഓപ്ഷണൽ പ്ലേസ് ആണ്. നിങ്ങൾ ഇലവിഴാപ്പൂഞ്ചിറയും അതുപോലെ ഇല്ലിക്കൽക്കല്ലൊക്കെ കയറി ടയേർഡായി പതുക്കൊക്കെയാണ് ഇറങ്ങി വന്നത്, കുറച്ച് ടൈം എടുത്തുവെങ്കിൽ പിന്നെ പുള്ളിക്കാനം ഹില്ല് പോവാൻ നിൽക്കണ്ട. കാരണം ടൈം കിട്ടില്ല നമുക്ക്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് നേരെ പിന്നെ ഇടുക്കി ഡാം പോവുക. ഇടുക്കിയിൽ നമുക്ക് ഡാം കാണാനുണ്ട്, അതുപോലെ ഒരു പാർക്ക് കാണാനുണ്ട്, ഒരു വ്യൂ പോയിന്റും കാണാനുണ്ട്. 3 സ്ഥലം കാണാനുണ്ട്. പിന്നെ പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ ഡാമുകൾ വേറെ ഉണ്ട്. കുളമാവ് ഡാം അങ്ങനെ ആയിട്ട് ചെറിയ ചെറിയ സ്പോട്ടുകൾ വേറെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അവിടെ നിർത്താം. രാവിലെ നേരത്തെ ഇലവിഴാപ്പൂഞ്ചിറ എത്തി നമ്മുടെ ഈ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പുള്ളിക്കാനം ഹില്ല് കാണാനുള്ള ടൈം ഉണ്ടാവും. നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിരിക്കും അവിടെ. ഈ വേനൽക്കാലത്തൊന്നും വേണമെങ്കിൽ പിന്നെ പോയിട്ട് കാര്യമില്ല. അല്ലാത്ത സമയത്ത് അവിടെ നിങ്ങൾക്ക് പോവാം. അത് കഴിഞ്ഞപ്പോൾ ഇടുക്കി ഡാമിലേക്കുള്ള വഴി കണ്ടില്ലേ, നൈസ് റോഡാണ്. റോഡ് ആ ഒരു വാഗമണ്ണിന്റെ ആ റോഡ്, അതായത് ആ പുള്ളിക്കാനം ഇല്ലിക്കൽ കല്ല് ആ ഒരു സൈഡിൽ നിന്നുള്ള റോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി റോഡാ. സുഖമായിട്ട് പോവാം. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഏകദേശം കണക്ക് കൂട്ടണ ട്രാവലിങ്. ആ രീതിയിൽ നമുക്ക് പോവാം. പോകുന്ന റൂട്ടിലാണ് കുളമാവ് ഡാം. നിങ്ങൾക്കവിടെ വണ്ടി നിർത്തി വേണമെങ്കിൽ കുറച്ച് നേരം ഇവിടെയൊക്കെ കാണാം ടൈം ഉണ്ടെങ്കിൽ.
അപ്പോൾ ഈ വഴിയാണ് നമ്മൾ പോകേണ്ടത് ഉള്ളിലേക്ക്. അപ്പോൾ ഇതാണ് ഇടുക്കി ഡാമിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ ഓൺലൈനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് വരണം. ഓൺലൈൻ ടിക്കറ്റിങ് മാത്രമേ ഉള്ളൂ. ടിക്കറ്റ് പ്ലസ് ബഗ്ഗി റൈഡ്, ഒരു ബഗ്ഗിയിൽ കയറ്റിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുക. ഒരു ചെറിയ വെഹിക്കിള് ഡാമിൻ്റെ മുകളിൽ കൂടെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള ക്യാമറയോ കാര്യങ്ങളൊന്നും അലൗഡല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ വിഷ്വൽസ് കാര്യങ്ങളൊന്നും നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇതിൻ്റെ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഹിൽ വ്യൂ പാർക്ക് ഉണ്ട്, അങ്ങോട്ട് പോവാം. അപ്പോൾ നിലവിൽ 2025 നവംബർ 30 വരെ ഇടുക്കി ഡാം സന്ദർശകർക്കായിട്ട് ഓപ്പൺ ആണ്. ബുധനാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം. ഓൺലൈൻ ടിക്കറ്റിംഗ് സൗകര്യം മാത്രമേ ഉള്ളൂ. ഓഫ്ലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ഓൺലൈനായിട്ട് ടിക്കറ്റ് ടൈമും സ്ലോട്ടൊക്കെ വെച്ച് നമ്മൾ എടുത്തിട്ട് വേണം ഇവിടേക്ക് വരാൻ. ഇനിയിപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാലും ടിക്കറ്റ് എടുക്കാൻ ഇവിടെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ആ സമയത്ത് ഈ സ്ലോട്ടുകൾ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ മുന്നേ കൂട്ടി ടിക്കറ്റ് എടുത്ത് വരിക. അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് kerala-tourism.com എന്നുള്ള വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതിൽ ബുക്കിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കേരളത്തിലുള്ള ഒരുപാട് ഡാമുകളും സ്പോട്ടുകളൊക്കെ ഇതിൽ കാണിക്കും. അതിൽ ഇടുക്കി ആർച്ച് ഡാം സെലക്ട് ചെയ്യുക. ഇടുക്കി ആർച്ച് ഡാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അഡൾട്ട്സിന് ഒരാൾക്ക് 150 രൂപയും കുട്ടികൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ്, പ്ലസ് ബഗ്ഗി റൈഡ് രണ്ടും കൂടിയിട്ടാണ്. നടന്നു പോകാൻ തൽക്കാലം ഇപ്പം നമുക്ക് പെർമിഷൻ ഇല്ല. അപ്പോൾ അത് എടുക്കുക. ബുക്ക് നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ കാണിക്കും. അതൊന്ന് വായിച്ച് നോക്കുക. ആധാറിൻ്റെ കോപ്പി അല്ലെങ്കിൽ ആധാർ കാർഡ് ഇവിടെ കൊണ്ടുവരണം, അത് നിർബന്ധമാണ്. നമ്മൾ ബുക്ക് ചെയ്ത ടൈം സ്ലോട്ടിന് ഒരു 15 മിനിറ്റ് മുന്നേ നമ്മളിവിടെ എത്തണം, അതും കമ്പൾസറി ആണ്. അതിനുശേഷം നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ്, വിസിറ്റിംഗ് ഡേറ്റ്, അതിനുള്ള ടൈം സ്ലോട്ട് നമുക്ക് കാണാം. ലാസ്റ്റ് ടൈം സ്ലോട്ട് 4:15 4:15 മുതൽ 4:45 വരെയാണ് ലാസ്റ്റ് ടൈമിങ് വരുന്നത്. അപ്പോൾ ടൈം സ്ലോട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആൾക്കാരുടെ എണ്ണം എത്ര ഉണ്ട് എന്നുള്ളത് കൊടുക്കാം. ഒരാൾക്ക് മാക്സിമം 20 ടിക്കറ്റ് വരെ എടുക്കാൻ പറ്റും. പ്രൊസീഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ആഡ് ടു കാർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മെയിനായിട്ടുള്ള ഒരാളുടെ പേര് അടിച്ചു കൊടുക്കണം, പ്ലസ് മൊബൈൽ നമ്പർ കൊടുക്കണം. അപ്പോൾ ഒരു OTP വരും. OTP വെച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുന്നതോടുകൂടി ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും. ആ ടിക്കറ്റ് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാം. ഇപ്പോൾ ഡാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഡാമിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് ചെറിയൊരു റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതോടെ ഒരു ഹിൽ വ്യൂ പാർക്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കൂടി കാണാം. ഒരാൾക്ക് 25 രൂപ ടിക്കറ്റ് കേട്ടോ. അപ്പോൾ ഈ പാർക്കിൻ്റെ ടൈം വൈകിട്ട് 7 മണി വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡാമിലത്തെ ബോട്ടിങ്ങും ഡാം കാണാനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെ ഡാമിൻ്റെ ഒരു അടിപൊളി വ്യൂ കിട്ടും. ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ ഉണ്ട്. ഡാം കാണണ്ട, ഡാമൊന്നും കാണാനില്ല, കോടയായി. നല്ല മഴയും കാര്യങ്ങളും കാരണം കോടയായി. നമ്മൾ ഡാമിൻ്റെ അവിടെ കണ്ട അത് കൂടെയാണ് ബഗ്ഗിയിൽ റൈഡ് പോയത്. അതുകൂടെ ബഗ്ഗിയിൽ റൈഡ് പോയി ഡാം കാണിച്ചിട്ട് തിരിച്ചു വരും. അതാണ് ചെറുതോണി ഡാം. അതിലാണ് ശരിക്കും ഷട്ടറും കാര്യങ്ങളും ഇതൊക്കെ വരുന്നത്. ഇടുക്കി ഡാമിൻ്റെ ചെറുതോണി ഡാം. അവിടെ ഈ കാണുന്നതാണ് ഇടുക്കി ആർച്ച് ഡാം. അപ്പോൾ ശരിക്കും ഇടുക്കി ഡാം എന്ന് പറയുമ്പോൾ ചെറുതോണി ഡാമാണ്. ആർച്ച് ഷേപ്പിലുള്ളതാണ് ഇടുക്കി ഡാം. കേരളത്തിലത്തെ ഏറ്റവും വലുതും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡാമാണ്. ആർച്ച് ഡാമിൻ്റെ വ്യൂ ശരിക്കും നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ അടിയിൽ നിന്നൊരു ഗ്രൗണ്ടിൽ നിന്ന് കാണാൻ പറ്റൂട്ടോ. അത് ഞാൻ പറ്റുകയാണെങ്കിൽ പോവാം, ഉറപ്പ് പറയുന്നില്ല, കാരണം ഇരുട്ടായ പിന്നെ അവിടെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ പാർക്കിലത്തെ ഒരു ആംബിയൻസും ഇവിടെ നിന്നുള്ള വ്യൂവും ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാം.
മുകളിലുള്ള ഈ ഒരു വാച്ച് ടവറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഡാമിൻ്റെ ഒരു അടിപൊളി വ്യൂ കാണാം. ചെറുതോണി ഡാം, അതുപോലെ തന്നെ അത് ഇപ്പോൾ സന്ധ്യയപ്പോൾ ലൈറ്റൊക്കെ ഇട്ടു. കുറത്തി മലകൾക്കിടയിൽ ഇടുക്കി ആർച്ച് ഡാം, അടിപൊളിയൊരു വ്യൂ ആണ്. ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. കോടയും മഞ്ഞൊന്നും ഇല്ലെങ്കിൽ ഇടുക്കി ഒരു വിധം നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ടൗണിലേക്ക് താഴത്ത് ഇറങ്ങിയിട്ട് ആർച്ച് ഡാമിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഇടുക്കി ആർച്ച് ഡാമിൻ്റെ വ്യൂ പോയിൻ്റ്. മഹേഷിൻ്റെ പ്രതികാര സിനിമയുടെ ഒക്കെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സ്ഥലമില്ലേ അത്, അവിടേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗ്രൗണ്ട്, ചെറുതോണി പാലം കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ടാണ് ഒരു ഗ്രൗണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണാൻ പറ്റും ആർച്ച് ഡാമിൻ്റെ. അപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ ഒരു 5:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എന്താ ഫുള്ള് കോടം മൂടി ഇരുട്ടായി, മഴ കാരണമാണ്. അപ്പോൾ എന്തായാലും ഇടുക്കി ഒരു ദിവസം കൊണ്ട് നല്ല രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ കാണാമെന്നുള്ള നമ്മുടെ ഒരു ട്രാവൽ പ്ലാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. കാരണം ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുടെ ടൂർ പ്ലാൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി വരാനുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് പോയി കാണുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിൽ DM ചെയ്ത് കഴിഞ്ഞാൽ സമയം കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.